പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ നോയമ്പിലെ വെള്ളിയാഴ്ചകളിൽ ചില ചിന്താശകലങ്ങൾ പങ്കുവെക്കുകയാണല്ലോ. ഇന്ന് 5-ാം വെള്ളിയാണ്. ഇനി 2 വെള്ളിയാഴ്ച കൂടിയുണ്ട്. അടുത്തത് 40-ാം വെള്ളി, പിന്നെ ദുഃഖവെള്ളി. ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഗത്സമനിയിൽ കടന്നു വരിക, ഈശോയുടെ കൂടെ, അപ്പസ്തോലന്മാരുടെ കൂടെ. എന്നിട്ട് കർത്താവിന്റെ സഹനങ്ങളെ അല്പസമയം നമുക്ക് ധ്യാനിക്കാം, ശക്തി പ്രാപിക്കാം. ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 22 വായിച്ചുകൊണ്ട് ഞാൻ ഈ ചിന്താശകലം പങ്കുവെക്കുകയാണ്. ലൂക്ക അധ്യായം 22:39 മുതൽ വചനങ്ങൾ. അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പോയി. ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണു പ്രാർത്ഥിച്ചു. പിതാവ്, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എന്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീഷ്ണമായി പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസനം നിമിത്തം തളർന്ന് ഉറങ്ങുന്നത് കണ്ടു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുന്നത് എന്തുകൊണ്ട്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. യേശുവേ സ്തോത്രം. വിശുദ്ധ മത്തായി ഇത് കാര്യം പറഞ്ഞിരിക്കുന്നു. 3 തവണ കമന്ന് വീണ് പ്രാർത്ഥിച്ചെന്നും 3 തവണ വന്ന് ശിഷ്യന്മാരോട് ഉണർന്നിരുന്ന് 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചുമെന്നും ആണ്. എന്തായാലും ശരി, നമ്മളിവിടെ കാണുന്ന എന്താണ്? ഈശോയുടെ അതിസഹനം, തീവ്രമായ വേദന. ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട്, അതെ, മനസ്സിന് ഏറെ ഉള്ളിൽ വേദനകളും പിരിമുറുക്കവും അസ്വസ്ഥതകളും ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ ഈ തൊലിയിലെ ചെറിയ ചെറിയ ഞരമ്പുകൾ പൊട്ടി ചോര ഒഴുകാൻ സാധ്യതയുണ്ട് എന്ന്. പല മിസ്റ്റിക്കുകൾക്കും പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ ഇത് ഉണ്ടാകാറുണ്ട് എന്ന് നമുക്ക് അറിയാം. ഇനിയും അതെ, നമ്മൾ കാണുകയാണ് ഇവിടെ ഈശോയ്ക്ക് ഉണ്ടായ ആ വലിയ വേദനയും തൽഫലമായിട്ട് ആ ചെറിയ ഞരമ്പുകൾ പൊട്ടി രക്തക്കുഴലുകൾ പൊട്ടി ചോരയൊലിക്കുന്നതും. ആ സഹനം എത്രമാത്രം നമുക്ക് അല്പസമയം ഒന്ന് ഓർക്കാം. അതെ, ഈശോയുടെ മനസ്സിൽ കാണുന്ന എന്താണ്? ആ ഗത്സമനിയിലെ ഓരോ സഹനങ്ങൾ, കുരിശിലേക്കുള്ള യാത്ര ഒന്ന് ചിന്തിക്കണം. പീലാത്തോസ് നരബനെ വെച്ച് വിധിക്കുന്നു. തെറ്റില്ലാത്തവൻ, കുറ്റമില്ലാത്തവൻ വിധിക്കപ്പെടുന്നു. കുറ്റം ചെയ്തവൻ തന്നെ കുറ്റക്കാരൻ അല്ലാത്തവനെ വിധിക്കുന്നു. ഇന്ന് ലോകത്ത് നടക്കുന്നതാണ്. ഇനി അതിനുശേഷം വലിയ കുരിശ്, 130ഓളം കിലോ ഭാരമുള്ള കുരിശുമെടുത്ത് പോക്ക്, പലതവണ വീഴുന്നു, അടികൊള്ളുന്നു. അവസാനം നമുക്കറിയാം, വസ്ത്രം ഉരിഞ്ഞു മാറ്റുന്നു, വിവസ്ത്രനാക്കിക്കൊണ്ട് കളിയാക്കുന്നതും അപമാനിക്കുന്നതും. അങ്ങനെ 4 തവണ വസ്ത്രം വിവസ്ത്രനാക്കിയ കാര്യം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുണ്ടായി. അതെല്ലാം കഴിഞ്ഞ് കാര്യം പാണിയിൽ അടിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം അനുസരിച്ച് 6ഓളം മണിക്കൂർ കിടക്കുന്നു രക്തമൊലിച്ച്. അപ്പോൾ ഈ സഹനങ്ങളെല്ലാം മനസ്സിൽ കാണുകയാണ് ഗത്സമനി വെച്ച്. അപ്പം മനുഷ്യനെന്ന നിലയിൽ സ്വാഭാവികമായിട്ടും തോന്നി ഇത് പറ്റില്ലെന്ന്. ഇവിടെ ഓർക്കണമേ, യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. തന്റെ ദൈവികത മുഴുവൻ അവൻ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്ന് ഓർക്കണം. നമ്മൾ വായിക്കുന്നുണ്ട് ഫിലിപ്പിയർ അധ്യായം 2:5, ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് പരിഗണിക്കാതെ ഒരു മനുഷ്യനായിത്തീരുന്നു. പക്ഷേ ഒരു കാര്യം ഒഴികെ, എന്താണ്? പാപം ഒഴികെ എല്ലാ കാര്യത്തിലും അവൻ നമ്മെപ്പോലെ ആയിരുന്നുവെന്ന്. ഏറെ ബലഹീനതകളെല്ലാം തന്റെ ശരീരത്തിൽ താൻ ഏറ്റെടുത്തുവെങ്കിലും പാപത്തിന് കീഴ്പ്പെട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. നമ്മൾ വായിക്കുന്നുണ്ട് ഹെബ്രായർ അധ്യായം 4:15, നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കുവാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്.
പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. ഇത് മറക്കരുത് ഈശോയെപ്പറ്റി ധ്യാനിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ കാണുകയാണ് നമ്മളെപ്പോലെയായിരുന്നു എല്ലാ തരത്തിലും, പാപമൊഴിയോ അതെ എല്ലാ കാര്യത്തിലും. ഇനിയും ഇവിടെ ഈശോ അത് ഈ സഹനങ്ങൾ കാണുന്നു. ആദ്യമേ മനുഷ്യനായിട്ട് തോന്നിക്കാണും, കുറ്റമില്ലാത്ത ഞാൻ എന്തിനു സഹിക്കുന്നു, മറ്റുള്ളവർക്ക് കൊണ്ട് എന്ത് സഹിക്കുന്നു. ഒരു പക്ഷേ പിതാവിനോട് പറഞ്ഞ ആ വാഗ്ദാനമൊക്കെ മറന്നു കാണും. എന്നെ മനുഷ്യ കാണുന്നത് മിക്കവാറും സ്വർഗത്തിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഒരു കോൺക്ലേവ്. 3 വ്യക്തികളും, അതായത് ത്രിത്വത്തിലെ 3 പേരും. പിതാവ് ദൈവം ഒരു പക്ഷേ വേദനയോടെ പറഞ്ഞു കാണും, നോക്കൂ താഴേക്ക്, മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നതിന്റെ ഫലമായി എല്ലാ വേദനകളും കഷ്ടപ്പാടുകളും സഹിക്കുന്നു. ഇവരെ രക്ഷിക്കാനായിട്ട് ഞാൻ പലപ്പോഴും പ്രവാചകന്മാരെ അയച്ചു. നല്ല വാക്കുകൾ പറഞ്ഞു കൊടുത്തൊന്നും അവരനുസരിച്ചില്ല. പകരം അവർ ബലികളും കാഴ്ചകളും ഒക്കെ ആയിട്ട് എന്നെ പ്രസാദിപ്പിക്കാൻ പരിശ്രമിക്കുകയായിരുന്നു. വചനം കേട്ട് പാലിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. ഞാൻ അവരോട് പറഞ്ഞതാണ്, ഒരു പുത്രനെ അയക്കുമെന്നും അവൻ കണിശമാറ്റും നിങ്ങളെ നരകത്തിലേക്ക് നയിക്കാനിടയാക്കിയ പിശാചിനെ തല കറക്കുമെന്നല്ല. പക്ഷെ നിങ്ങൾ അതൊന്നും കരുതാതെ പ്രാർത്ഥനകൾ അടുപ്പിച്ചു, അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങൾ ചെയ്തു, ബലികൾ അർപ്പിച്ചു. ഞാനതിൽ പ്രസാദിക്കുകയില്ല, എന്റെ ഹിതമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് കർത്താവ് ആവർത്തിച്ചു പറഞ്ഞിരുന്നു പഴയ നിയമത്തിൽ. അപ്പോൾ അത് ഈശോയോടും അത് പരിശുദ്ധാത്മാവിനോടും പറയുകയാണ്. ഇനി എന്താണ് ചെയ്യുക? തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞ എന്തുട്ട് ചെയ്യുക? അപ്പോൾ അതെ, യേശു സന്നദ്ധനായി പറഞ്ഞു കാണും, ഞാൻ റെഡിയാ, ഞാൻ താഴേക്ക് പോയി അവരുടെ പാപമെല്ലാം ഏറ്റെടുത്ത് പാപമായി തീരാം. അത് നമ്മൾ വായിക്കുന്നുണ്ട് 2 കൊരിന്ത്യർ അധ്യായം 5:21. പാപമറിയാത്തവൻ പാപമെല്ലാം ഏറ്റെടുത്ത് പാപമായി മാറി നമ്മളെ വിശുദ്ധീകരിക്കുവാൻ. ഹല്ലേലൂയ. അപ്പോൾ അവിടെ വെച്ച് യേശു പറഞ്ഞ കർത്താവിനോട് ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു. അങ്ങനെയാണ് മനുഷ്യനായിട്ട് കർത്താവ് അവതാരം ചെയ്യുന്നു. അതാണ് ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ പറഞ്ഞ എല്ലാ കാര്യത്തിലും നമ്മെപ്പോലായിരുന്നു, എക്സെപ്റ്റ് സിൻ. അത് പിതാവിനോട് പറഞ്ഞു കാണും, പാപം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല, അപ്പണിയില്ല, പാപം ചെയ്താൽ ഞാൻ പിശാചിന്റെ അടിമയാവും, അത് പറ്റില്ല. അതുകൊണ്ട് ബാക്കിയെല്ലാം ഞാൻ എടുത്തോളാം, സഹനങ്ങൾ, പട്ടിണി, പാപത്തിന്റെ എല്ലാ പരിണിത ഫലങ്ങളും ഞാൻ ഏറ്റെടുത്തോളാം. അതാണ് ഈശോയിൽ നമ്മൾ കാണുന്നത്. ഇനിയും ഈശോ ആ ഗെത്സമനിയിൽ വെച്ച് ഇതെല്ലാം മനസ്സിൽ കാണുന്നു. ഇനി അവിടെ വെച്ച് ഏറ്റവും വലിയ വേദന എന്തായിരുന്നു? ആണിയടിക്കുന്നതോ ചങ്കു പിളർക്കുന്നൊന്നും അല്ലായിരുന്നു. പിന്നെയോ അതായത് ഒരു നിമിഷം ബലഹ കർത്താവ് ഒരു നിമിഷം വരുന്നു. എപ്പോൾ? അതായത് ആ സഹനത്തിന്റെ പാരമ്യതയിൽ പിതാവ് കൈവിട്ട ഒരനുഭവം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഇല്ലേ? എലോയി എലോയി ലാമ സബക്താനി. കർത്താവേ കർത്താവേ അങ്ങ് എന്തുണ്ട്, പിതാവേ പിതാവേ അങ്ങ് എന്തുകൊണ്ട് എന്നെ കൈവിട്ടു. മത്തായി 27:46 നമ്മൾ എല്ലാ ദുഃഖവെള്ളിയാഴ്ചയും അച്ഛന്മാർ വായിക്കുന്നത് കേൾക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, എന്തായിരുന്നു ആ നിമിഷം? പക്ഷേ ഞങ്ങൾ പല വചനപ്രഘോഷകളിൽ നിന്നും, പ്രത്യേകിച്ച് നമ്മുടെ ദാനിയേലച്ചനൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഏറ്റവും ചങ്കപൊട്ടുന്ന അനുഭവം ഇതായിരുന്നു. എന്ത്? പിതാവിൽ നിന്ന് ഒരു സെക്കൻഡെങ്കിലും അകന്നിരിക്കുക. പിതാവിനോടുകൂടി ഏകസത്യമായിരിക്കുന്ന യേശു, നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നുണ്ട്. ആ പിതാവിനോടും പരിശുദ്ധാത്മാവോടും ചേർന്നുകൊണ്ട് ഈശോയുടെ അടുക്കലും മലാഖമാർ പാടുന്ന എന്താണ്? പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അപ്പോൾ അതിപരിശുദ്ധിയിൽ വാഴുന്ന കർത്താവ് പിതാവിനോട് പറഞ്ഞു, ഞാൻ മനുഷ്യനായി പൊക്കോളാം, പാപമൊഴികെ. കാരണം ഈ വിശുദ്ധിയുടെ പദം നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. ഞാൻ ലോകത്തിലാണെങ്കിലും ഞാൻ ദൈവമാണ്. ആ ദൈവികത്വം മറച്ചുവെച്ചതേ ഉള്ളൂ, കളയല. ഞാൻ ദൈവം തന്നെയാണ്, ദൈവമായിട്ടാണ് ഞാൻ രക്ഷിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഈ 33 വർഷവും കർത്താവ് തന്റെ കാതുകളിൽ കേൾക്കുന്നുണ്ടായിരുന്നു, പരിശുദ്ധൻ 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 എന്ന്. അപ്പോൾ ഒരു നിമിഷം അതും വേണ്ടാതാക്കണം, എങ്കിലേ അത് മനുഷ്യന്റെ പാപത്തിന്റെ പരിണിതഫലം ഏറ്റെടുക്കൽ പൂർത്തിയാവും. അത് ആ കുരിശിൽ വെച്ച് സംഭവിക്കുന്നത് ആ ഗെത്സമനി വെച്ച് മുന്നിൽ കാണുകയാണ്. അവിടെ വെച്ച് ഒരു മിനിറ്റ് എങ്കിലും, ഒരു സെക്കൻഡെങ്കിലും എന്റെ കർത്താവ് എന്നെ കൈവിട്ടു. ഒരിക്കലും ഭിന്നിക്കാൻ മേലാത്തൊരു ബന്ധം, എപ്പോഴും സ്നേഹത്തിൽ ഒറ്റിയിരിക്കുന്ന ആ സ്നേഹബന്ധം അത് നഷ്ടപ്പെടുത്തുന്ന ഒരു നിമിഷം. പാപം അതാണ്. പാപം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നകൽച്ചയാണ്. നമ്മൾ കാണുന്നുണ്ട്
അത് എപ്പോൾ മനുഷ്യൻ പിശാചിനോട് യേശു പറയുന്നുവോ, ദൈവത്തോട് നോ പറയുന്നുവോ, അപ്പോഴാണ് അത് പാപം. ദൈവത്തോട് നോ പറയുന്നു, പിശാചിനോട് യേശു പറയുന്നു. ഇതാണ് ആദ്യം ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്. കഥാദൈവം പറഞ്ഞ് എന്നെ സ്നേഹിക്കണം, അതിന് എന്റെ കൽപ്പന പാലിക്കണം. കൽപ്പന കൊടുത്തു. അവന് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു, 2 ഐച്ഛികം ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ കർത്താവിന്റെ പ്രമാണം കാത്തുകൊണ്ട് പോവുക, കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട്. ഇല്ല, അങ്ങനെയെങ്കിൽ കർത്താവിന്റെ സാന്നിധ്യം, അതാണല്ലോ പരദീസാനുഭവം, ദൈവം കൂടെയുണ്ട് എന്ന അനുഭവം. ഈ നഷ്ടമായത് പാപം ചെയ്തപ്പോൾ എങ്ങനെ പാപം ചെയ്തു? പിശാച് പറഞ്ഞു, നീ ഈ പഴം പറിച്ചു നിന്നാൽ എന്ന് പറഞ്ഞാൽ കൽപ്പന ലംഘിച്ചാൽ ദൈവത്തെ പോലാകും. അങ്ങനെ പിശാച് പറഞ്ഞതാണ് കേട്ടത്. അങ്ങനെയാണ് മനുഷ്യൻ പിശാചിന്റെ അടിമത്തത്തിൽ ആയിത്തീരുന്നു. അവരെ കരയറ്റാനായിട്ടാണ് ഈശോ വന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ പാപം എല്ലാം ഏറ്റെടുത്തു. പാപം നിഗനിക്കുന്ന ദിവ്യ കുഞ്ഞാട് എന്ന് യോഹന്നാൻ മാത്മാന പറഞ്ഞുവല്ലോ, യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 1:29. അപ്പോൾ അതെല്ലാം ഏറ്റെടുക്കുകയാണ്. എല്ലാ പാപവും ഏറ്റെടുക്കുന്നു. ആ പാപങ്ങളുടെ പരിണിതഫലമായ മറ്റു പാപങ്ങളും എല്ലാം ഏറ്റെടുക്കുകയാണ്. അവസാനം പാപത്തിന്റെ ഒരു പരിണിത ഫലം ഈ ചാട്ടവാറും കുരിശോടിയൊക്കെ എടുക്കാം. പക്ഷേ ദൈവമേ, പിതാവിൽ നിന്ന് അകന്നിരിക്കുന്നു, എനിക്ക് അത് മാറ്റപ്പെടാത്ത ഒരു ബന്ധം ഒരു നിമിഷം ഇല്ലാതാകുന്ന നിമിഷം, ഇതാണ് ആ കുരിശിലുണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ യേശുവിൽ നിന്ന് അകന്നിരിക്കുക, ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുക. ഇതാണ് പാപത്തിൽ ഉണ്ടാകുന്നത്. നമ്മൾ യേശയ്യാ പ്രവാചകൻ 59:1-2 പറയുന്നുണ്ട്, എന്തുകൊണ്ട് ദൈവത്തിന്റെ അനുഭവം വരുന്നില്ല? കാരണം പാപം വഴി നമ്മൾ അകന്നിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പാപവും അതാണ്, ദൈവത്തിൽ നിന്ന് അകൽച്ച. ഈ പാപങ്ങളെല്ലാം കൽപ്പന ലംഘനം വഴി ഒറ്റ പാപം ആണ് നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നു പോവുക. ജീവന്റെ സ്രോതസ്സിൽ നിന്ന്, നന്മകളുടെ സ്രോതസ്സിൽ നിന്ന്, അനുഗ്രഹങ്ങളുടെ സ്രോതസ്സിൽ നിന്ന് വെട്ടിമാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് പാപം വഴി. അപ്പം ഇതാണ് അത് സംഭവിക്കാൻ പോകുന്നത്. ആ കുരിശിൽ വെച്ച് അത് ചിന്തിക്കത്തില്ല. അത് ആ പരിശുദ്ധൻ എന്ന അതിപരിശുദ്ധ നിലയിൽ നിന്ന് താഴ്ന്നത് സഹിക്കാൻ പറ്റില്ല. അതെങ്ങനെയാണ്? ആ ടെൻഷനാണ് നിശ്ചയമായിട്ടും വിയർപ്പിനെ രക്തത്തുള്ളികൾ ആക്കിയത് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് അവിടെ വെച്ച് ഈശോ ഈ സഹനങ്ങൾ സഹിക്കുന്നു. ആ 2 ഐച്ഛികങ്ങൾ തന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന്, അത് ആദത്തിനും ഹവ്വായ്ക്കും ഉണ്ടായിരുന്ന പോലെ തന്നെ ആദ്യത്തെ ഹവ്വായെപ്പോലെയും രണ്ടാമത്തെ ആദമാകുന്ന ഈശോ അത് മനുഷ്യ ശരീരം വഹിച്ചപ്പോൾ മനസ്സിൽ കാണുന്ന ആ ഗസമനി കാണുന്ന 2ആണ്. ഒന്ന്, മനുഷ്യനായി എനിക്ക് പറ്റില്ല എന്ന് പറയുക, യേശു ദൈവത്തിന്റെ ഇഷ്ടത്തിന് നോ പറയുക. 2, ഇതെല്ലാം സഹിച്ചുകൊണ്ട് യെസ് എന്ന് പറയുക. ഈ 2, അതെ നമുക്കറിയാം, ഗത്സമനിയിൽ വെച്ച് ദൈവത്തിന്റെ വചനത്തിനോട് യേശു പറയാനുള്ള ഇച്ഛാശക്തി മനുഷ്യന് നഷ്ടമായി. ഹല്ലേലൂയ. അതെ നമ്മൾ പറയുന്ന നമ്മുടെ ജന്മപാപത്തിലുള്ള ഒരു ഫലം അതാണ്, അത് ഭാഗമതാണ്. നമ്മളെല്ലാം ജന്മപാപത്തോടുകൂടി ജനിക്കുന്നു, പഠിക്കുന്നു. അതിന്റെ ഒരു പരിണിത ഫലമാണിത്. എന്താണ്? നന്മയ്ക്ക് യെസ് പറയാനുള്ള ഇച്ഛാശക്തി, ദൈവത്തോട് യെസ് പറയുവാൻ, പ്രമാണങ്ങൾ കാത്ത് പരിപാലിക്കാൻ യെസ് പറയാനുള്ള ഇച്ഛാശക്തി നഷ്ടപ്പെട്ടു. അത് വീണ്ടെടുക്കുകയാണ് ഗെത്സമനി വലിയ ഈശോ. 2ഉം നമുക്കറിയാം, പൂന്തോട്ടങ്ങൾ, 2 തോട്ടങ്ങളാണ്. ഒന്ന് നമുക്കറിയാം ഏഡൻ തോട്ടം, ഇവിടെ നമുക്കറിയാം ഒലിവ് തോട്ടം. ഇന്നും നിങ്ങൾ ഹോളി ലാൻഡിൽ പോയാൽ, വിശുദ്ധ നാട്ടിൽ പോയാൽ കാണാൻ സാധിക്കും ആ ഗെത്സമനി രക്തം വിയർത്ത ആ സംഭവം സാക്ഷ്യപ്പെടുത്തുന്ന വൃക്ഷങ്ങൾ അവിടെ നിൽപ്പുണ്ട്. ഒലിവ് വൃക്ഷങ്ങൾ, അതായത് 2000-2000 പഴക്കമുള്ള വൃക്ഷങ്ങൾ അവിടെയുണ്ട്. നമുക്ക് ആത്മന അവിടെ കടന്നു വരാം. അവിടെ വെച്ച് ഈ സഹനമെല്ലാം സഹിച്ചത് എന്തിന്? ഈ ഇച്ഛാശക്തി നമുക്ക് തിരിച്ചു തരുവാൻ, നമുക്ക് നന്മയോട് യെസ് പറയാനുള്ള ശക്തി, അതാണ് നേടിത്തന്നത്. ഇത് തന്നെയാണ് അപ്പസ്തലന്മാരും പറഞ്ഞത്, പ്രാർത്ഥിക്കൂ, പരീക്ഷണമുണ്ടാവും ദൈവത്തിനകന്ന് പോകാനായിട്ട്, പാപം ചെയ്ത് പിശാചിന്റേതായി തീരുവാൻ. 1 യോഹന്നാൻ അധ്യായം 3:8, നാം പാപത്തിലായിരിക്കുമ്പോൾ പിശാചിനുള്ളവരാണ്. അങ്ങനെ ആയിത്തീരാനുള്ള പ്രവണത വരും. അപ്പോൾ അത് യേശുവിന്റെ കുരിശിലേക്ക് നോക്കുക, ഇല്ല ഗെത്സമനിലേക്ക് കടന്നു വരിക, ഹൃദയം തുറന്ന് അത് പ്രാർത്ഥിക്കുക. ഈശോയുടെ ഇഷ്ടം അപ്പോൾ നിർവഹിക്കാൻ കഴിയും.
ഇനി എന്തായിരുന്നു പിതാവായ ദൈവത്തിന് മനുഷ്യത്തെ പറ്റിയുള്ള ഹിതം? വളരെ വ്യക്തമായിട്ട് നമ്മൾ വായിക്കുന്നു. 1 തെസ്സലോനിയർ അധ്യായം 4:3. ഇതാണ് ദൈവേഷ്ടം, നിങ്ങളുടെ വിശുദ്ധീകരണം. ഹല്ലേലൂയ. എന്റെ എല്ലാ ധ്യാനങ്ങളിലും ഞാൻ ആളുകളോട് ചോദിക്കാറുള്ളതാണ്, ദൈവത്തിന് നിങ്ങളെപ്പറ്റിയുള്ള പദ്ധതി എന്താണ്? ഞാൻ അവരെ കൊണ്ട് പറയിപ്പിക്കും, എന്റെ വിശുദ്ധീകരണം. ഹല്ലേലൂയ, മൈ ഹോളിനെസ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ തീരുമാനം ഉണ്ടാകണമെങ്കിൽ ആ ദൈവത്തിന്റെ ആ കൃപയുണ്ടാകണം. ആ ഗെത്സമനി വെച്ച് കർത്താവ് നേടിയ ആ ശക്തി നമുക്കും ഉണ്ടാവണം. അവിടെ വെച്ച് നമ്മൾ കാണുകയാണ്, ആ കർത്താവ് ഇങ്ങനെ കരഞ്ഞ് ചോര നീരാക്കിയപ്പോൾ, എന്ന് പറഞ്ഞാൽ നീര് ചോരയാക്കിയപ്പോൾ, വിയർപ്പ് ചോരയാക്കിയപ്പോൾ എന്തൊരു കഠിനമെന്ന് ചിന്തിക്കണം. നമ്മൾ അനുദപിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ണീരൊക്കെ കുറെ കള്ളക്കണ്ണീര് മുതലക്കണ്ണീരൊക്കെ ഒഴുക്കും. ഹൃദയം തകരുന്നുണ്ടോ? ഹൃദയം ഉരുകിയവർക്ക് കർത്താവ് സംയുക്തന്നല്ലേ പറയുന്നത്. എപ്പോഴാ ഉരുകുന്നത്, എപ്പോഴാ തകരുന്നത്? ഈശോ തകർന്നു നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി. ആ തകർച്ചയിൽ നമ്മൾ പങ്കുകൊള്ളണം. നമ്മുടെ പാപത്തെ ഓർത്ത്, ലോകത്തിലെ ഇന്നത്തെ പാപത്തെ ഓർത്ത് കരയണം മക്കളെ. വെറുതെ കണ്ണീരൊഴുക്കിയപ്പോരാ, ഹൃദയത്തെ കൊള്ളുന്ന വേദനയോടുകൂടി സഹിക്കണം. ഇതാണ് ഈശോ സഹിച്ച അവിടെ വെച്ച് കർത്താവ് പിതാവായ ദൈവം തന്റെ ഒരു മാലാഖയെ അയച്ചുവെന്ന്. ലൂക്ക പെന്തക്കോസ്ത കഴിഞ്ഞാണ് ഇത് എഴുതിയിരുന്നെങ്കിൽ പറഞ്ഞതിനെ പരിശുദ്ധാത്മാവിനെ അയച്ചെന്ന്. ഹല്ലേലൂയ. കാരണം അപ്പോൾ ആത്മാവ് വെളിപ്പെടുത്തപ്പെട്ടില്ല എന്നൊരു കാലഘട്ടം. അതുകൊണ്ട് ഏഞ്ചൽ, മാലാഖ എന്ന് പറഞ്ഞു. സത്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് കടന്നു വന്നത്. അങ്ങനെ എഴുതി വെച്ചാൽ മനുഷ്യർ മനസ്സിലാകാത്തത് കൊണ്ടാണ് ലൂക്കാശ്രീ അങ്ങനെ എഴുതി വെച്ചത് മാലാഖയെ അയച്ചുവെന്ന്. അത് മാലാഖ അല്ല, നമുക്കറിയാം പരിശുദ്ധാത്മാവാണ്. നമ്മൾ വായിക്കുന്നുണ്ട്, അതേപ്പ് ലൂക്ക തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനം 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ കടന്നു വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പോൾ അത് നമുക്കറിയാം, നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജനമായി തീരുവാനായിട്ട് യേശുക്രിസ്തു എല്ലാ തിന്മകളിൽ നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി ബലിയായി അർപ്പിച്ചു. ഹല്ലേലൂയ. കർത്താവിന്റെ ബലി മുഴുവൻ, ഈ സഹനം മുഴുവൻ, ഈ പീഡാനുഭവം മുഴുവൻ, കുരിശുമരണം മുഴുവനും ഒന്നിനു വേണ്ടിയായിരുന്നു. തീഷ്ണതയുള്ള സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി വിശുദ്ധീകരിക്കുവാൻ. അപ്പോൾ നമ്മുടെ വിശുദ്ധീകരണമാണ് കർത്താവ് അഭിലഷിക്കുന്നത്. അതാണ് അത് വളരെ വ്യക്തമാണ്. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനാൽ ഇക്കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യനെ അല്ല, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത്. 1 തെസ്സലോനിക്ക അധ്യായം 4:3-8 വരെ വചനങ്ങൾ. ഈ ധ്യാനിക്കണം മക്കളെ. നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്ന വിശുദ്ധീകരണത്തിനാണ്. എന്താണ് വിശുദ്ധീകരണം? തമ്പുരാനോട്, യേശുവിനുള്ള ഐക്യം. അതിനുവേണ്ടിയാണ് മാമോദിസ ജ്ഞാനസ്നാനം നമ്മൾ സ്വീകരിച്ചത്. റോമാക്കാർക്ക് ലേഖനം അധ്യായം 6:3 അവിടുത്തോടുകൂടി ഐക്യപ്പെടാൻ സ്നാനപ്പെട്ട നമ്മൾ അവിടുത്തെ മരണത്തോട് ഐക്യപ്പെടുന്നു. അവിടുത്തെ സംസ്കാരത്തോടും ഉത്ഥാനത്തോടും ഐക്യപ്പെടുന്നു. അപ്പൊ യേശുവിനോട് ഐക്യപ്പെട്ട ജീവിതം മറക്കരുത്. അതാണ് വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈശോയോട് ഐക്യപ്പെടാൻ പരിശുദ്ധാത്മാവാണ് സഹായിക്കുന്നത്. അവിടുന്ന് വരുമ്പോൾ നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും, നിങ്ങൾ എന്റെ പിതാവിലും ഞാൻ എന്റെ പിതാവിലുമാണ് നിങ്ങൾക്ക് ബോധ്യമാകും. യോഹന്നാൻ 14:20 മറക്കരുത്. അപ്പൊ ഈ ആത്മാവിന്റെ ശക്തി നമുക്ക് എപ്പോഴും സംരംഭ്യമാണ്. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങൾ പരിശുദ്ധരായിരിക്കുന്നത് കൊണ്ട് പരിശുദ്ധരായിരിക്കണമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. 1 പത്രോസ് 1:15-16 മാപ്പാപ്പായുടെ ചാക്രിക ലേഖനം, 1 മാപ്പാപ്പായുടെ. ഒന്നുകൂടെ വായിക്കാം. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഇതാണ് നമ്മുടെ അടിസ്ഥാന വിളി മക്കളെ, മറക്കരുത്. റോമ അധ്യായം 8:29 പറയുന്നു, അവിടത്തോട് സദൃശ്യപ്പെടുവാൻ എന്ന് പറഞ്ഞാൽ യേശുവിനെ പോലെ ആകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവിനെ പോലെ ചിന്തിക്കണം, യേശുവിനെ പോലെ സംസാരിക്കണം, യേശുവിനെ പോലെ പ്രവർത്തിക്കണം. ഇതാണ് ഓരോ ക്രിസ്ത്യാനിയിലും കർത്താവ് അത് ആവശ്യപ്പെടുന്നത് എന്ന കാര്യം മറക്കരുത്.
അപ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പേ ഇപ്രകാരം നമ്മളെ വിളിച്ചിരിക്കുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. എഫേസോസ് അധ്യായം 1:4 ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവത്തിനു മുമ്പാകെ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ യേശുക്രിസ്തുവിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ. ഹല്ലേലൂയ. നിങ്ങൾ നിർദോഷകരായി പരിശുദ്ധരായി ലോകത്തിൽ സാക്ഷികളായിരിക്കണം. അതും പത്രോസ് ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഫിലിപ്പിയർ അധ്യായം 2:15 നിങ്ങൾ നിർദോഷകരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാകണം. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. ഈശോ പറഞ്ഞില്ലേ, ഞാൻ ലോകത്തിന്റെ ദീപമാണ്. അതിനുശേഷം പിന്നെ പഠിപ്പിച്ച പറഞ്ഞെന്താണ്? നിങ്ങൾ ലോകത്തിൽ ദീപമാണ്. അതെ, ദീപം, ഈ വലിയ ദീപം വന്നത് നമ്മളെ കത്തിച്ച മെഴുകുതിരികളോട് നമ്മുടെ മെഴുകുതിരിയെ കത്തിക്കാനാണ്. അങ്ങനെ ആത്മാവിന്റെ ആ ദൈവസ്നേഹത്തിൽ കത്തി എരിയുന്നവരായിരിക്കണം നമ്മൾ. അവിടെ നമ്മൾ ബലഹീനരാണെന്ന് പറയരുത്. നമ്മുടെ ബലഹീനതകൾ നമ്മോടൊത്ത് സഹതപിക്കുന്നവൻ, ആ പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മോടൊപ്പമായിരുന്നവൻ ആണ് ഈശോ എന്ന കാര്യം മറക്കരുത്. അതെ, നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, അവിടുത്തെ ഹിതം നിറവേറുവാൻ. അവിടുത്തെ ഹിതം എന്റെ വിശുദ്ധീകരണമാണ് എന്ന ബോധ്യം ഓരോരുത്തരുടെ മനസ്സിൽ ആണിയടിച്ചതുപോലെ ആഴത്തിൽ ഇറങ്ങട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ എന്റെ ബലഹീനതയാണെന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കരുത്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ 2 കൊരിന്ത്യർ 12:10 ആകയാൽ ബലഹീനരായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനാകുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതയിൽ ശക്തി നൽകുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. യെശയ്യാ 40:29 പറയുന്ന പോലെ തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയറ്റ് വീഴാം, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെപ്പോലെ ചിറകടിച്ചുയരും, ഓടിയാലും ക്ഷീണിക്കില്ല, നടന്നാൽ തളരുകയുമില്ല. ഹല്ലേലൂയ. മനോഹരമായ വാക്കുകൾ ഹൃദയത്തിൽ നിന്ന് രേഖപ്പെടുത്തി. ആളുകളൊക്കെ പറയും ക്ഷീണിച്ചു, മടുത്തു. നിന്റെ ജീവിത ഡിക്ഷണറിയിൽ നിഘണ്ടുവിൽ ആ വാക്ക് കാണാൻ പാടില്ല. അയ്യോ, ഞാൻ ബലഹീനായതുകൊണ്ടാണ് പുകവലിക്കുന്നത്, അതുകൊണ്ടാണ് ലഹരി എടുക്കുന്നത്, അതുകൊണ്ടാണ് കള്ളു കുടിക്കുന്നത്, ഞാൻ ബലഹീനായതുകൊണ്ട് സ്വയംഭോഗം ചെയ്യുന്നു, ഞാൻ ബലഹീനായതുകൊണ്ട് അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്യുന്നു, അല്ലെങ്കിൽ നീലചിത്രം കാണുന്നു, ഫോണോഗ്രാഫി കാണുന്നു. ഞാൻ ബലഹീനായതുകൊണ്ട് കർത്താവിന്റെ നിയമങ്ങളെല്ലാം ലംഘിച്ചു പോകുന്നു. എന്റെ ബലഹീനത കൊണ്ട് ഞാൻ പള്ളിയിൽ പോകുന്നില്ല, ഉറങ്ങിപ്പോകുന്നു. എന്റെ ബലഹീനത കൊണ്ട് എനിക്ക് കുർബാനയിൽ സംബന്ധിക്കാൻ പറ്റുന്നില്ല. പ്രിയമുള്ളവരെ, ഒരിക്കലും ഒരു ക്രിസ്ത്യാനി അത് പറയാൻ പാടില്ല. അവൻ ബലവാനാണ്, ശക്തനാണ്. ആ ശക്തി അവനിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെയാണ് ലഭ്യമാകുന്നത്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ കടന്നു വരുമ്പോൾ നീ ശക്തി പ്രാപിക്കും. പ്രിയമുള്ളവരെ, ആളുകളെ വെല്ലുവിളിച്ചുകൊണ്ട് പൗലോസ് പറഞ്ഞാണ് ബലഹീനരായിരിക്കുമ്പോഴാണ് ശക്തി കണ്ടെത്തുന്നത്. ഇതാണ് നമ്മൾ കാണുന്നത്. ഗെത്സമനയിൽ ഈശോ ബലഹീനരാകുകയാണ്. നമ്മുടെ ബലഹീനതകളാണ് അവിടെ ഏറ്റെടുക്കുന്നത്. എന്നിട്ട് നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്. അവന്റെ ശരീരത്തിൽ നമുക്ക് ശക്തി നേടുകയാണ്. അതുകൊണ്ടാണ് കൂടെ ഈ ഗെത്സമേൻ അനുഭവം ജീവിതത്തിൽ ഒന്ന് നോക്കണം. ഒരു പക്ഷേ നമുക്ക് ആ മരുഭൂമി അനുഭവം എന്ന് പറയും, ഡെസർട്ട് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ആത്മാവിന്റെ അന്ധകാര നിമിഷങ്ങൾ എന്ന് പറയും. കുരിശിലെ പൗലോസ് പറയുന്ന പോലെ വിശുദ്ധനായ ജോണത്ത ക്ലാസ്, കുരിശിലെ യോഹന്നാൻ പറയുന്നത് പോലെ ചില നിമിഷങ്ങളിൽ ഓർക്കും, ഞാൻ തളർന്നുപോയി, എല്ലാവരും എന്നെ കൈവിട്ടു, എന്റെ ഭർത്താവ് എന്നെ വേണ്ട, ഭർത്താവ് കുടിയനാണ്, ഇറങ്ങിപ്പോന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി വിട്ടു എന്റെ മക്കളെയും കൊണ്ട്. അപ്പോൾ ഞാൻ പോയി റെയിൽവേ സ്റ്റേഷനിൽ ചാടുകയല്ല വേണ്ടത്, അപ്പോൾ ഞാൻ പോയി തൂങ്ങി മരിക്കുകയല്ല വേണ്ടത്. എന്റെ കർത്താവിന്റെ ബലത്തിൽ ആശ്രയിക്കുക. എന്റെ മാതാപിതാക്കൾ എന്നെ ഉപേക്ഷിച്ചു, മക്കൾ ഉപേക്ഷിച്ചു. ഞാൻ പ്രായമായതുകൊണ്ട് എന്നെ നോക്കാൻ ആരുമില്ല, ഞാൻ ഏകാഗ്രനാണ്. എന്റെ ഭർത്താവ് മരിച്ചു, എന്റെ ഭാര്യ മരിച്ചു, എനിക്ക് ആരുമില്ല. ഞാനിപ്പോൾ അനാഥശാലയിലാണ്. എന്റെ അപ്പനും അമ്മയും ചെറുപ്പത്തിലെ എന്നെ വലിച്ചെറിഞ്ഞതാണ്. എനിക്കാരുമില്ല എന്ന ചിന്ത, ഫീലിംഗ് ഓഫ് അബാൻഡൻമെന്റ്. എല്ലാവരും എന്നെ വെറുത്തു, എനിക്ക് ആർക്കും സ്നേഹിക്കുന്നില്ല. ഞാൻ കൂടെ കയറുന്ന ഒരു കരച്ചിലാണിത്. ആരും എന്നെ സ്നേഹിക്കുന്നില്ല. നോബഡി വാണ്ട്സ് മീ, നോബഡി ലവ്സ് മീ. ആർക്കും എന്നെ വേണ്ട.
പ്രിയമുള്ളവരെ, ഇല്ല, നിന്നെ സ്നേഹിക്കുന്ന നിനക്ക് ശക്തി തരുന്ന തമ്പുരാൻ കൂടെയുണ്ട്. എവിടെയോ ഞാൻ ലേഖനത്തിൽ വായിച്ചതുപോലെ 365 തവണ ബൈബിളിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ പറയുന്നു, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ ധൈര്യമായിരിക്കുവൻ, ഈശോ കൂടെയുണ്ട്. ഈ ബോധ്യമുണ്ടാവട്ടെ, ഈ ബോധ്യമുണ്ടാവട്ടെ. ഇതാണ് നമുക്കില്ലാത്ത പോയത്. അത് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഓരോ നിമിഷത്തിലും ആ ബോധ്യം നമുക്കുണ്ടാകാനായിട്ട്. ഇതൊരു പരീക്ഷയാണ്. നമുക്ക് പരീക്ഷണം കൂടാതെ ജയിക്കാൻ പറ്റുമോ മക്കളെ? പരീക്ഷയില്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പഠിച്ചാലും ശരി, സ്കൂളിൽ പഠിച്ചാലും ശരി, ജയിക്കാൻ സാധ്യമല്ല. ആ പരീക്ഷയെപ്പറ്റി കർത്താവ് യേശു 2 കൊറിന്തോസ് 13-5 പറയുന്നുണ്ട്. 2 കൊറിന്തോസ് 13:5, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ, യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. യേശു എന്റെ കൂടെയുണ്ട്, എന്നെ കൈവിടാത്ത ഈശോ. ലാമ ലാമ സബക്താനി എന്ന് പറയാൻ നിനക്ക് പലപ്പോഴും തോന്നിക്കാണും. കർത്താവേ, കൈവിട്ടോ, എനിക്ക് രോഗമാണ്, എനിക്ക് ക്യാൻസറാണ്, എനിക്ക് അൾസറാണ്, എന്റെ കൈയും കാലും തളർന്നുപോയി, വടികുത്തിപ്പോലും നടക്കാൻ മേലാത്ത അവസ്ഥയാണ്, ഞാനിന്ന് വീഴ്ചയിൽ മറ്റുള്ള പരസഹായത്തിലാണ് ജീവിക്കുന്നത്, എന്റെ കർത്താവെ കൈവിട്ടോ എന്ന് ചോദിക്കാൻ തോന്നുന്ന നിമിഷങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടായേക്കാം. നിന്റെ ബിസിനസ്സെല്ലാം തകർന്നു, കടം ബാധ്യത കിടക്കുന്നു. കർത്താവ് ഈശോ എന്താണ് നിന്നോട് പറയുന്നത്? പോയി ചാകാനല്ല, ആസറ്റ് കുടിച്ചു മരിക്കാനല്ല, വിഷം കുടിച്ചു മരിക്കാനല്ല, അവനോട് ജീവിക്കാനാണ്. അവിടുന്ന് പറയും, എന്റെ കൃപ നിനക്ക് മതി. കർത്താവിന്റെ ആ ശക്തി നിന്റെ മേൽ വന്ന് ആവരണം ചെയ്യും. അപ്പൊ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നുണ്ട്, 1 സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും, നീതിമാൻ കുലുങ്ങുവാൻ അവൻ സമ്മതിക്കയില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, എന്റെ എല്ലാ ആകുലതകളും അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുക. 1 പത്രോസ് 5:7. അപ്പം എല്ലാ ആകുലതകളും അവിടുത്തെ കരങ്ങളിൽ കൊടുക്കുക. എന്നിട്ട് അങ്ങേ ഇഷ്ടം നിറവേറട്ടെ. അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥനയെ പോലും കളിപ്പിക്കുന്നവരാ, ഇല്ലേ? ഒത്തിരി കാര്യങ്ങൾ എനിക്ക് വേണം എന്നിട്ട് 100 തവണ വേണമെങ്കിൽ സ്വർഗസ്ഥനാപിതാവ് ചൊല്ലും. ഓരോ സ്വർഗസ്ഥനാപിതാവിൽ നമ്മൾ ചെല്ലുന്നത് എന്താണ്? അങ്ങേ ഇഷ്ടം നിറവേറണമേ. എന്നാൽ മുന്നിൽ വെക്കുന്നതോ എന്റെ ഇഷ്ടം. കർത്താവേ, എനിക്കൊരു കാറ് മേടിക്കണം, സ്വർഗസ്ഥനാപിതാവ് ചൊല്ലുക. എനിക്കൊരു പെണ്ണെ കിട്ടണം, സുന്ദരിയായ പെണ്ണെ കിട്ടണം, സ്വർഗസ്ഥനാപിതാവ് ചൊല്ലി കാഴ്ചവെക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ കാര്യം സാധിക്കാനായിട്ട്. ഇതല്ല ഈശോ പഠിപ്പിച്ചത്. നീ യഥാർത്ഥ ഒരു ക്രിസ്ത്യാനിയെങ്കിൽ, നീ ഒരു വിശ്വാസിയെങ്കിൽ എപ്പോഴും പറയണം അങ്ങേ ഇഷ്ടം. കർത്താവേ, ഞാൻ കല്യാണം കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഇതാ അങ്ങയുടെ ഇഷ്ടത്തിന് നീ തരുന്നു, അങ്ങയുടെ ഇഷ്ടം. ഞാൻ അച്ഛനാകണോ കന്യാസിയാകണോ, അങ്ങയുടെ ഇഷ്ടം. കാരണം ഇവിടെ കർത്താവേ, അങ്ങയുടെ ഇഷ്ടം എന്തായാലും ഞാൻ നിർവഹിക്കും. അങ്ങ് ആഗ്രഹിക്കുന്ന ഞാൻ ഈ ലോകം സഹിച്ചുകൊണ്ട് ലോകാവസാനം വരെ പോകണമെന്നാണോ? ഞാൻ തയ്യാറാണ് കർത്താവേ. ഇല്ല, എനിക്ക് രോഗശാന്തിയാണോ? അങ്ങനെ ആകട്ടെ, അങ്ങയുടെ ഇഷ്ടം. അങ്ങയുടെ ഒരു ഇഷ്ടം ഞാൻ മനസ്സിലാക്കുന്നു, എന്റെ വിശുദ്ധീകരണം. എന്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാം ഒരു പക്ഷേ എന്റെ വിശുദ്ധീകരണത്തിൽ നല്ലതാണെന്ന് കണ്ടുകൊണ്ടാണ് എനിക്ക് ഈ കുരിശെടുക്കേണ്ടി വരുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളെ വിശുദ്ധീകരിക്കുവാൻ, നമുക്ക് നന്മയുണ്ടാകാനാണ് കർത്താവ് ഈ പങ്കപ്പാടെല്ലാം സഹിച്ചത് എന്ന് ഓർക്കണമേ. ഈ പങ്കപ്പാടിൽ പങ്കുപറ്റാനായിട്ടൊരു അവസരമായിരിക്കാം നമുക്കുണ്ടാകുന്നത്. അപ്പോൾ എപ്പോഴും അങ്ങേ ഇഷ്ടം നിറവേറട്ടെ, അങ്ങേ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. ഇതാണ് ഈ ഗത്സമനിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. നമ്മൾ ഓർക്കണം, നമ്മൾ വലിയൊരു പോരാട്ടമാണ് നടത്തുന്നത്, ഒരു യുദ്ധക്കളത്തിലാണ് നമ്മൾ ഓർക്കണമേ. നമുക്ക് 3 തരം ശത്രുക്കൾ ഉണ്ട്. നമ്മുടെ ജഡമോഹങ്ങൾക്കെതിരായിട്ട് നമുക്ക് പടപൊരുതണം. ലോകത്തിലെ ആകർഷങ്ങൾ, ലോകത്തിലെ പല കാര്യങ്ങളും നമ്മളെ ആകർഷിക്കും, തിന്മയെല്ലാം നമ്മളെ മാടി വിളിക്കും. മാത്രമല്ല, പിശാച് നേരിട്ട്, നീ ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നത്, ഒരു ഉത്തമ ക്രിസ്ത്യാനി ആയിരിക്കുന്നത്, നീ ഒരു വൈദികനായിരിക്കുന്നത്, ഒരു കന്യാസി ആയിരിക്കുന്നത് പിശാചിന് ഇഷ്ടമല്ലേ? ഓർക്കണം, പിശാച് ആഗ്രഹിക്കുന്ന വിശ്വാസമെല്ലാം കളഞ്ഞ് നീ ഒരു നാസ്തികൻ, അവിശ്വാസിയായി തീരണം. അല്ലെങ്കിൽ ബുദ്ധിയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് യുക്തിവാദിയായി മാറണം. നീ സഭയിൽ നിന്ന് മാറിപ്പോകണം. കാരണം സഭയിൽ നിന്നാൽ യേശുവിന്റെ ശരീരത്തിലെ അംഗമായി തീരും. ഇല്ല, വെട്ടിമുറിച്ച് ദൂരെ കളയുക. ഇതൊക്കെ പിശാച് ആഗ്രഹിക്കുന്നു, ചെയ്യാൻ പരിശ്രമിക്കുന്നു. ഇതൊക്കെയാണ് പരീക്ഷകൾ.
എന്തിനാ യേശുവിനെ മാത്രം ദൈവമായിട്ട് ആരാധിക്കുന്നു? എന്നുള്ള അമ്പലങ്ങളിൽ പോയിക്കൂടാ, മറ്റു ദൈവങ്ങളുടെ പിന്നാലെ പോയിക്കൊള്ളുക? ഈ 10 പ്രമാണത്തിനും എതിരായുള്ള പരീക്ഷ ഉണ്ടാകും മക്കളെ. അതെ, എന്തുകൊണ്ട് ഈ ഒരു ഭാര്യ മാത്രം? പലയിടത്തും പല ഭാര്യമാരുള്ളവരുണ്ടല്ലോ. എനിക്ക് വേറൊരു ഭാര്യ ആയിക്കൂടെ? വേറെ സ്ത്രീകളോട് ബന്ധപ്പെട്ടുകൂടെ? അവർ തിരിച്ചും എന്റെ ഭർത്താവ് അറിയാതെ എനിക്ക് വേറെ സ്ത്രീകളോട് പുരുഷന്മാരോട് പോകത്തില്ലേ? അതെ, എന്തിനാ എനിക്ക് പണം കട്ടെടുത്താൽ കുഴപ്പമിരിക്കുന്നു? എനിക്കും എന്റെ ശാരീരികമായ ആവശ്യങ്ങളൊക്കെ ഇങ്ങനെ പിശാച് പ്രോംപ്റ്റ് ചെയ്യും, പറഞ്ഞുകൊണ്ടിരിക്കും പ്രമാണങ്ങൾ ലംഘിച്ച കർത്താവിനെ ത്യജിക്കുവാൻ. അതെ, അതുകൊണ്ടാണ് എന്തെന്നാൽ നമ്മുടെ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് നാം പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ, തിന്മയുടെ ദിനത്തിൽ ചേർത്ത് നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് കഴിയും. എഫേസ്യോസ് അധ്യായം 6, 12, 13 കർത്താവിന്റെ ശക്തിയിൽ ആശ്രയിക്കാനാ പറയുന്നത്. ഈ ശക്തിയാണ് പരിശുദ്ധാത്മാവ്. മറക്കരുത് മക്കളെ. അത് നമുക്ക് എപ്പോഴും ആ യേശുവിനോട് ഒട്ടിച്ചേർന്നിരുന്നുകൊണ്ട് അവന്റെ ശക്തി അത് അനുഭവിക്കാം. നമ്മൾ വായിക്കുന്നില്ലേ സങ്കീർത്തനത്തിൽ, എന്റെ ആത്മാവ് അങ്ങോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലത്തുകൈ എന്നെ കാത്തുകൊള്ളുന്നു. സങ്കീർത്തനം 63:9. ചെറുപ്പത്തിൽ അമ്മച്ചി അത് മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് അമ്മഞ്ചപ്പാൽ തരുന്നത് ഓർക്കുന്നില്ലേ? വലത് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് അതൊന്ന് ഓർത്തേ. അത് ആ ദൈവമാണ് നിന്റെ കൂടെ ഉള്ളത്. അതാണ് യേശു ക്രിസ്തു. അത് കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസമില്ലെങ്കിൽ നീ പരീക്ഷ തോറ്റുപോയി കേട്ടോ. ഇതാണ് നിന്റെ പരീക്ഷ. ആ പരദീശയിലുണ്ടായിരുന്ന അനുഭവം അതാണ്. ദൈവം കൂടെയുണ്ട്. വൈകുന്നേരവും രാവിലെയും നടക്കാൻ പോലും ദൈവം പോവുമായിരുന്നു. ആ ദൈവമായുള്ള ആ സംസർഗം നഷ്ടപ്പെട്ടു പോയി. ദൈവമായുള്ള ഐക്യം നഷ്ടപ്പെട്ടു. ഇതാണ് യേശു വീണ്ടെടുത്തത്. എന്നിട്ട് ദൂരെ നിന്നുകൊണ്ട് സക്രാരിയിരിക്കുന്ന ദൈവത്തെ ആരാധിക്കാനല്ല, ആ ദൂരെ ഒരു പ്രതിമയെ കണ്ട് ആരാധിക്കാനല്ല, ആത്മാവിൽ നിന്നോടുകൂടെ വസിച്ചുകൊണ്ട് നീ അവനിലും അവൻ നിന്നിലുമായിട്ടുള്ള അവസ്ഥയിലേക്ക്. അതിനുവേണ്ടി അവന്റെ ശരീരവും രക്തവും ചങ്കും നീരും ചങ്കും രക്തവും തരുന്നു വിശുദ്ധ കുർബാനയിൽ. മറക്കരുത് മക്കളെ, ഇതൊക്കെയാണ് സത്യങ്ങൾ. ഈ സത്യങ്ങളെ മുറുകെ പിടിക്കൂ. ഈശോ പറഞ്ഞില്ലേ, ആത്മാവ് വരുമ്പോൾ ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും ഞാൻ എന്റെ പിതാവിലുമാണെന്ന് ബോധ്യം കിട്ടും. ഹല്ലേലൂയ. യോഹന്നാൻ 14:20. അപ്പം നാം ഓർക്കണം. അപ്പൊ ഈ ശക്തിയിലേക്ക് ആശ്രയിക്കണം. ആ വേദന ഉണ്ടാവും, വിഷമം, പോകൂ ആ ചങ്കിലേക്ക്, ആ പൊട്ടി ഒഴുകുന്ന ആ ചങ്കിലേക്ക് ആ ചങ്കിലേക്ക് വരണം. എന്നിട്ട് ചേർന്നിരിക്കൂ. എന്നിട്ട് ആ സ്നേഹമാകുന്ന മുലപ്പാൽ കുടിക്കൂ. ഹല്ലേലൂയ. ദൈവസ്നേഹമാകുന്ന ശക്തി ആത്മാവിനെ കുടിക്കൂ. ആത്മാവിനെയാണ് കുടിക്കേണ്ടത്. അതെ നമ്മൾ വായിക്കുന്നുണ്ടോ? എഫേസ്യോസ് 5-ാം അധ്യായം 25-ാമത്തെ വചനം. അതായത്, നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാഗ്രഹം കലർന്നിരിക്കുന്നു, മറിച്ച് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പൂരിതരായിരിക്കുവിൻ. 5:18. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്ന് പറഞ്ഞാൽ മദ്യത്തിലോ ലഹരിയിലോ തിന്മയിലോ അല്ല നീ ശക്തി കണ്ടെത്തേണ്ടത്. പിന്നെയോ ആ ആത്മാവിന്റെ പാലിൽ. ഹല്ലേലൂയ. അത് കുടിക്കണം. അത് ലഹരിയാണ്. നിനക്ക് ലഹരി തരും, ശക്തി തരും. നിനക്ക് സന്തോഷത്തോടെ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നമുക്ക് പ്രലോഭനത്തെ അതിജീവിക്കുവാൻ, പ്രലോഭനങ്ങളെ ഓടിച്ചു കളയുവാൻ നമുക്ക് എല്ലാ ഭാരങ്ങളും കർത്താവിലർപ്പിച്ച് അങ്ങേ ഇഷ്ടം എന്ന് പറയുക. ഓരോ കാര്യങ്ങളും ചെയ്യാൻ ആലോചിക്കുമ്പോൾ ചോദിക്കുക, ഈശോയുടെ ഇഷ്ടമാണോ? ഈശോയുടെ ഇഷ്ടം എന്താണ്? എന്റെ വിശുദ്ധീകരണം. അപ്പോൾ എനിക്ക് എന്റെ വിശുദ്ധീകരണത്തിന്, എന്റെ കുടുംബത്തിന്റെ വിശുദ്ധീകരണത്തിന് ആവശ്യമായി ഞാൻ ചെയ്യേണ്ടത്. എന്റെ കുടുംബത്തിന് ഏതെങ്കിലും ഒരു പക്ഷെങ്കിൽ ഞാൻ വിദേശത്ത് പോകുന്ന എന്റെ കുടുംബത്തിന് കൊള്ളില്ലായിരിക്കാം. ഒരു പക്ഷെങ്കിൽ എന്റെ അപ്പനെ അമ്മയെ അനുസരിച്ചുകൊണ്ട് ഈ പെണ്ണിനെ ഈ ചെറുക്കനെ കെട്ടുന്നതായിരിക്കാം ആ ദൈവത്തിന്റെ ഇഷ്ടം എന്റെ വിശുദ്ധീകരണത്തിന്. അവിടെയാണ് അനുസരണ. കർത്താവ് പറയും അതൊക്കെ. അങ്ങനെ പല കാര്യങ്ങളും അങ്ങനെ നമുക്ക് അറിയാം. പിശാച് പലതരത്തിലും ലോകത്തിൽ നമ്മളെ വലിയവരാക്കാൻ ശ്രമിക്കും. ഈ ലോകമെല്ലാം കഴിഞ്ഞു പോകും, നമുക്കറിയാം. എന്നാൽ നിലനിൽക്കുന്ന ഒരു ലോകമുണ്ട് നമുക്ക്. അതാണ് പ്രത്യാശയോടെ കാത്തിരിക്കേണ്ടത് എന്ന കാര്യം മറക്കരുത്. ഈ ലോകത്തിലുള്ളതെല്ലാം നിമിഷപരമാണ്. എന്നാൽ നിത്യത എന്നത് കാത്തിരിക്കുന്നു. എനിക്ക് അവിടെയാണ് പോകേണ്ടത്.
അവിടെ പോകാനുള്ള മാർഗമാണ് ദൈവേഷ്ടം ചെയ്യുക. അങ്ങേ ഇഷ്ടം നിറവേറട്ടെ, ദൈ വിൽ ബി ഡൺ എന്നെപ്പോഴും പറയുക. ഇതാണ് ഗത്സമനിൽ കിട്ടുന്ന ശക്തി. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇപ്രകാരമുള്ള പ്രലോഭനത്തിൽ നിമിഷങ്ങൾ വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ, കുരിശുകൾ, കടങ്ങൾ, ബാധ്യതകൾ, ഭാരങ്ങൾ വരുമ്പോൾ, ദൈവം എന്നെ കൈവിട്ടോ എനിക്ക് കാര്യമില്ലേ എന്നോർക്കും. മറ്റുള്ളവരൊക്കെ കൈവിട്ടു, ദൈവവും കൈവിട്ടു എന്ന് ചിന്ത വരും. അങ്ങനെയുള്ളവരാണ് അത് ആത്മഹത്യക്ക് പോകുന്നവര്. തമ്പുരാനിൽ ആശ്രയിക്കുന്നവർക്ക് ആത്മഹത്യ ചെയ്യില്ല. അവനറിയാം ജീവൻ ദൈവത്തിൻ്റെതാണ്. അത് എടുത്തു കളയാനായിട്ട് ആർക്കും അവകാശമില്ല. ജീവൻ കളയുന്നത് കൊലപാതകമാണ്. സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ, ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ കൊല്ലുകയാണ്, കൊലപാതകമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ്? അത് ജീവനിൽ ആശ്രയിക്കുക. ആ കർത്താവാണ് ശക്തി തരുന്നത്. അവിടെ യേശുവിനോട് പറ്റിച്ചേർന്നിരിക്കുക. ആത്മാവിന്റെ ശക്തി വരും. ഇതിനെയൊക്കെ അതിജീവിക്കാൻ കുതിര ശക്തി തരും. അതുകൊണ്ടാണ് നമ്മുടെ നിഘണ്ടുവിൽ ഈ വാക്കുകളൊന്നും കാണരുത്. ഏത് ഞാൻ ബലഹീനനാണ്, എന്നെ കൊണ്ട് പറ്റുകയില്ല, അതുകൊണ്ട് പറ്റുക, ഇങ്ങനെ ഞാൻ ഈശോയ്ക്ക് ആവശ്യമുള്ള നല്ല ജിൽ ക്രിസ്ത്യാനികളെയാണ്. എല്ലാ കാര്യത്തിലും ശക്തരായിട്ട് മുന്നോട്ട് പോകുന്നവർ, പഴയതെല്ലാം വിസ്മരിച്ചുകൊണ്ട് അതെ മുന്നോട്ട് പോകുന്നവരെയാണ് അതെ കർത്താവ് സ്നേഹിക്കുന്നത്. അതെ ഉള്ള ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അതെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അത് കർത്താവ് നമ്മോട് വ്യക്തമായി പറയുന്നു. നമ്മൾ ഈ ലോകത്തിൽ പടപൊരുതുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല, ഈശോ കൂടെയുണ്ട്, ഈശോയുടെ ആത്മാവ് കൂടെയുണ്ട്. മാത്രമല്ല വിശുദ്ധരെല്ലാവരും, മാതാവുണ്ട്, അപ്പസ്തോലന്മാരുണ്ട്. നമ്മൾക്കറിയാം ശുദ്ധത്തിലെ ആത്മാക്കളുടെ പ്രാർത്ഥന, ഓരോ ബലിയുടെയും ഫലങ്ങൾ, ഏകദേശം 5 ലക്ഷത്തിൽ പരം ബലികൾ അർപ്പിക്കപ്പെടുന്നുണ്ട്. അതിന്റെ ഫലം എനിക്കുണ്ട്. ഞാൻ ഒരുപക്ഷെ കൊതിച്ചില്ല, ആഗ്രഹിച്ചില്ലെങ്കിലും എനിക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ചുറ്റും നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പനും അമ്മയും വെറുത്താലും, അത് അപ്പനും അമ്മയും വെറുത്താലും ഞാൻ നിന്നെ മറക്കയില്ല, നിന്റെ പേര് എന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. മറക്കരുത് മക്കളെ. 49:15 ഐശയ പ്രവാചകൻ അത് ഓർക്കണം. അതുപോലെ തന്നെ ഞാൻ അറിയാത്തവർ എനിക്ക് വേണ്ടി ദൂരെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. അത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ എത്രയോ മധ്യസ്ഥ പ്രാർത്ഥനകൾ ആളുകൾക്ക് വേണ്ടി ചെയ്യുന്നു. അതൊക്കെ നമ്മൾ അറിയാത്തവരെ ദൂരെ ഇരുന്നുകൊണ്ട്, ഞാൻ കേരളത്തിലായിരിക്കാം, അമേരിക്കയിൽ ഇരിക്കുന്നവനായിരിക്കാം, ആഫ്രിക്കയിൽ നിന്നായിരിക്കാം, ജർമ്മനിയിൽ നിന്നായിരിക്കാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതിന്റെ ഫലമുണ്ട്. ഹൃദയം തുറക്കണം. ഇതാണ് വിശ്വാസം. ആ വിശ്വാസത്തിലൂടെ യേശു കൂടെയുണ്ട്, യേശുവിന് ശക്തി കൂടെയുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ നീ തോക്കുകയില്ല, നീ ബലവാനായിരിക്കും. ആ വിശ്വാസത്തിലൂടെ അത് നീ ലോകത്തെ അതിജീവിക്കും. അതാണല്ലോ 1 യോഹന്നാൻ 5:5. ആരാണ് ലോകത്തെ അതിജീവിക്കുക? ആരാണ് വിക്ടർ? ആരാണ് യോദ്ധാവായി നേടുന്നത്? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ. ഹല്ലേലൂയ. അതാണ് നമ്മൾ എന്ന കാര്യം ഒരിക്കലും മറക്കരുത്. നമ്മൾ ഓർക്കണമേ, 2 തിമോത്തിക്ക് ലേഖനത്തിൽ അത് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. അപ്പൊ ഈ പീഡനങ്ങളെല്ലാം യേശുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുമ്പോൾ അത് നമുക്കെല്ലാം ഉണ്ടാകുന്നത് ആണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. നമുക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരായിട്ട് യേശുവിനോട് ഉറച്ച്, യേശുവിനോട് കൂടി നമുക്ക് നിൽക്കാം. നമുക്ക് ചില ബോധ്യങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കണം. അതൊട്ടും ആ ബോധ്യങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നമ്മൾ തിമോത്തിക്ക് ലേഖനത്തിന്റെ 2 തിമോത്തി 4:6 മുതൽ, ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു, എന്റെ വേർപാടിന്റെ സമയം സമാഗതമായി. ഞാൻ നന്നായി പൊരുതി എന്റെ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം കാത്തു. എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നീതിപൂർവ്വം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അതെനിക്ക് സമ്മാനിക്കും. എനിക്ക് മാത്രമല്ല, അവന്റെ ആഗമനത്തെ സ്നേഹപൂർവ്വം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. ഒരു ശവസംസ്കാര കർമ്മങ്ങൾ സംബന്ധിക്കുമ്പോൾ ഈ ഭാഗം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അഥവാ അച്ഛന്മാർ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും. പൗലോസിന്റെ വചനമാണ്. ഇത് നമുക്കും അന്വർത്ഥമാണ്. നമ്മളും അവസാന നിമിഷം അതെപ്പോഴെന്ന് അറിഞ്ഞുകൂടാ. ഇന്നാണോ നാളെയാണോ? നമ്മൾ ഓരോ ദിവസവും ജീവിക്കേണ്ടവരാണ്. ഒന്ന് ആലോചിച്ചു നോക്കുക. ഇന്ന് ഞാൻ മരിക്കുമ്പോൾ എനിക്ക് കർത്താവിന് മുമ്പിൽ ആ കിരീടം കിട്ടുമോ? വിജയ കിരീടം. എങ്കിൽ നല്ല ഓട്ടം ഓടണം, ഒരു അത്ലറ്റായിട്ട് ഓടണം. ഒരു മത്സരക്കളത്തിലെ ഓട്ടമാണ്. ഞാൻ 3 ശത്രുക്കളോട് പോരാടിക്കൊണ്ടോ മുന്നോട്ട് പോവുകയാണ്, ശക്തനായി യേശുവിനെ മുറുകെ പിടിച്ച്, യേശുവിന്റെ ആത്മാവിൽ നിന്ന് കുടിച്ചുകൊണ്ട്. അപ്പോൾ സന്തോഷവും ഉണ്ടായിരിക്കും, ശക്തിയും ഉണ്ടായിരിക്കും. ഞാൻ തളരുകയില്ല, വാടുകയില്ല.
മുന്നോട്ടേ പോകൂ, മുന്നോട്ടേ പോകൂ. പൗലോസ് പറയുന്ന പോലെ മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആ പിൻപിലുള്ളവയെ വിസ്മരിച്ചുകൊണ്ട് ഞാൻ ഓട്ടം ഓടുകയാണ്. അപ്പോൾ കർത്താവ് കണിശമാറ്റും എനിക്ക്. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും അവനെ വിശ്വസിക്കുന്ന, അവനെ അനുധാവനം ചെയ്യുന്ന ഓരോരുത്തർക്കും ആ കിരീടം നൽകും. നിശ്ചയമായിട്ടും നമുക്ക് കണ്ണുകൾ ശാന്തമായി അടച്ച് ആ ഗത്സമനിലേക്ക് വരാം. ഇപ്പോൾ കെട്ടിയ ചിന്താശകലങ്ങൾ ഏതെങ്കിലും സ്പർശിച്ചുവെങ്കിൽ അവ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവട്ടെ. കാന്യവാനായ കർത്താവ് ഈ നിമിഷം ഗത്സമനിലേക്ക് എൻ്റെ ഈ മക്കളെ കൊണ്ടുവരുന്നു. ഈശോനാഥ, അങ്ങ് ആ കല്ലിന്റെ പാറയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ആ അപ്പസ്തലന്മാരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പക്ഷെ അവരുടെ കണ്ണുകൾ വേദന നിമിഷം, നിരാശ നിമിഷവും ഉറക്കളവാദം ക്ഷീണമായിരുന്നു. 1 മണിക്കൂറെങ്കിലും എൻ്റെ കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കില്ല എന്ന് ചോദിച്ചു. എന്നിട്ടും അവർ കൂട്ടാക്കിയില്ല, ഉറങ്ങിപ്പോയി. പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കാൻ ഉപദേശിച്ചു. അത് പരീക്ഷയിൽ ജയിക്കാനായിട്ടാണ് ഈശോയും അവിടെ പ്രാർത്ഥിച്ചത്. തന്റെ ഏറ്റവും വലിയ പരീക്ഷ ഉണ്ടാകുന്നു. കുരിശെടുക്കണമോ വേണ്ടായോ? ആ കുരിശിലെ മരണമല്ല, അതിനേക്കാൾ ഉപരിയായി പാപത്തോട് യേശു പറയുക, പിശാചിനോട് യേശു പറയുക. ആ അന്ധകാര നിമിഷം അനുവദിക്കുക. ആ ജീവിതത്തിൽ അതിന് സമ്മതം കൊടുക്കുന്നു. അങ്ങേ ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടമായതുകൊണ്ട് ആ ഡെസർട്ട് എക്സ്പീരിയൻസ്, കൈവിടപ്പെട്ട ആ എക്സ്പീരിയൻസ്, അത് യേശുവിന്റെ അനുഭവമായിരുന്നു, എൻ്റെ അനുഭവമായിരുന്നു. അതോ ഇപ്പോൾ എന്നെ കേൾക്കുന്നവരുടെ അനുഭവമായിരുന്നു. നിശ്ചയമായിട്ടും ഞങ്ങളുടെ അനുഭവം അങ്ങ് ഏറ്റെടുത്തതാണ്. അങ്ങനെ എല്ലാ സഹനങ്ങളും എൻ്റെ സഹനമാണ്, ഞങ്ങളുടെ സഹനമാണ്. ഞങ്ങളെ പ്രതിയാണ് സഹിച്ചത്. ഞങ്ങൾ അപ്രകാരമുള്ള നിമിഷങ്ങളിൽ ശക്തി നേടുന്നതിന് വേണ്ടി യേശുവിനോട് പറ്റിപ്പിടിക്കാൻ ഈ നിമിഷം അതിനായിട്ട് മക്കളെ അനുഗ്രഹിക്കൂ. നോക്കൂ, ക്യാൻസർ ഉള്ളവരുണ്ട്, അതുപോലെ തന്നെ തളകന്ന് നടക്കുന്നവരുണ്ട്. കർത്താവേ, വടികുത്തിപ്പോൽ നടക്കാൻ പാടില്ലാത്തവർ, വീൽ ചെയറിൽ ഇരിക്കുന്നവരെ കാണുന്ന, കണ്ണ് കാണാത്തവർ, അംഗവിഹീനരായിട്ടുള്ളവരെ കാണുന്ന കർത്താവേ, അപ്പോൾ ഒത്തിരി മരുന്നെടുത്തിട്ടും വിഷമിച്ച് കഴിയുകയാണ്. എന്തിനു മരുന്നെടുക്കുന്നു? മരിച്ചാലോ എന്ന് ചിന്തിക്കുന്നവരെ കാണുന്നു. വീട്ടിൽ സ്നേഹമില്ല, അപ്പന് സ്നേഹമില്ല, അമ്മയ്ക്ക് സ്നേഹമില്ല, ഭാര്യയ്ക്കില്ല, ഭർത്താവിനില്ല, മക്കളെ സ്നേഹിക്കാത്ത അപ്പന്മാരൊക്കെ ഇങ്ങനെ പോകുന്നു ഒത്തിരി. ആ കർത്താവ്, എന്നെ വേണ്ട, എനിക്ക് സ്നേഹമില്ല എന്ന് ചിന്തിക്കുന്ന പലരെയും ഞാൻ കാണുന്നു. കർത്താവ്, അച്ഛന്മാർക്ക് എന്നെ വേണ്ട, സഭയ്ക്ക് എന്നെ വേണ്ട, എന്തിനാ ഞാനങ്ങ് മരിച്ചാലോ എന്ന് ചിന്തിക്കുന്നവരുടെയും കാണുന്ന കർത്താവ്. ഈശോ, എന്നാൽ ഇവർ മരിക്കാനായിട്ടല്ല ജനിച്ചത്, ജീവിക്കാനായിട്ടാണ്. അതേ കർത്താവ്, ഒരു ക്രിസ്ത്യാനി ജീവിക്കണം, യേശുവിനോട് ജീവിക്കണം, എന്നെന്നും ജീവിക്കണം. അതാണ് വിളി. കർത്താവ്, അങ്ങോട്ട് ചേർന്നുകൊണ്ട് ജീവിക്കണം, അങ്ങേപ്പോലായിരിക്കണം. അതിനുള്ള കൃപ ഇപ്പോൾ ഇവർക്ക് കൊടുക്കണമേ ദാസൻ പ്രാർത്ഥിക്കുന്നു. ഇവർക്കുണ്ടാകുന്ന പ്രലോഭനങ്ങളെ അങ്ങയുടെ ആത്മാവിലൂടെ അതിജീവിച്ച് ശക്തരായി പോകുവാൻ ആ പൗലോസിനെ പോലെ, വിശുദ്ധരായി ജീവിച്ചിരുന്നവരെ പോലെ ഇന്നും അങ്ങനെ ജീവിക്കുന്ന ധാരാളം വിശുദ്ധരുണ്ട്. ആ വിശുദ്ധരെ പോലായിത്തീരുവാൻ കൃപ കൊടുക്കൂ. അതിന് കർത്താവേ, അങ്ങയുടെ ആ കുരിശിലെ പങ്കപ്പാടിന്റെ ശക്തി, ആ ഗത്സമനിയിൽ നേടിയെടുത്ത ശക്തികളുടെ മേൽ ഇപ്പോൾ വർഷിക്കുവാൻ ഞാൻ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ കൈകളല്ല, അങ്ങയുടെ കൈകൾ ഞാൻ പിടിച്ചു വയ്ക്കുന്നു ഇവിടെ ശിരസിൽ. ആ രക്തമൊഴുകുന്ന കൈയിലൂടെ ശക്തി ഒഴുകട്ടെ, ശക്തി ഒഴുകട്ടെ. ഇവരെ ബലപ്പെടുത്തൂ, ശക്തിപ്പെടുത്തൂ. ഇനി ഒരിക്കലും ഇവർ ബലഹീനരെന്ന് പറയാനിടയാകാതിരിക്കട്ടെ. ബലഹീനത എന്ന് പറഞ്ഞുകൊണ്ട് പാപം ചെയ്യാനിടയാകാതിരിക്കട്ടെ. ശക്തരാക്കൂ, ബലപ്പെടുത്തൂ. പിശാചിനെ കീഴ്പ്പെടുത്താൻ ശക്തി കൊടുക്കൂ, പാപത്തെ കീഴ്പ്പെടുത്താൻ ശക്തി കൊടുക്കൂ. ഇവരെ ലാളിതരാക്കി പ്രൈസ്തലോട് പറഞ്ഞ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കൃപ കൊടുക്കൂ. നാഥ, ഈ ഗത്സമനി അനുഭവം ഇവിടെ ജീവിതത്തിലുടനീളം നിലനിൽക്കട്ടെ. ശക്തി കൊടുക്കൂ, അനുഗ്രഹം കൊടുക്കൂ. അങ്ങനെ ഇഷ്ടമെങ്കിൽ ഇവരെ സുഖപ്പെടുത്തൂ. അങ്ങനെ ഇഷ്ടമെങ്കിൽ അത് കടബാധ്യതകൾ മാറ്റിക്കൊടുക്കൂ. അങ്ങനെ ഇഷ്ടമെങ്കിൽ നല്ലൊരു കല്യാണം കഴിക്കാൻ കൃപ കൊടുക്കൂ. അങ്ങനെ ഇഷ്ടമെങ്കിൽ വിദേശത്ത് പോകാൻ അനുവദിക്കൂ. കർത്താവേ, അങ്ങനെ ഇഷ്ടമെങ്കിൽ എന്ന് ചിന്തിക്കുവാൻ ഇവർക്ക് ആ ചിന്താഗതി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ ഓരോ ചിന്തകളും, ഓരോ വാക്കുകളും, പ്രവൃത്തികളും അങ്ങേപ്പോലെ യേശുവേ നാഥ, അങ്ങയുടേതുപോലെ അങ്ങേപ്പോലാകട്ടെ. ലോകം മുഴുവൻ ഇവർ പ്രകാശിക്കുന്ന നക്ഷത്രമായി കാണട്ടെ. ലോകം മുഴുവൻ ദീപമായിട്ട് ഇവരെ കാണട്ടെ. ഇവരിലൂടെ ലോകത്തിലേക്ക് ദീപം വർഷിക്കപ്പെടട്ടെ, പ്രസരിക്കപ്പെടട്ടെ. അങ്ങനെ ലോകം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കെട്ടുവാനും അടിക്കുവാനും സുഖപ്പെടുത്തുവാനും വിശുദ്ധീകരിക്കാനും എനിക്ക് കർത്താവ് തന്നിരിക്കുന്ന കൃപാവരത്തിലൂടെ ലോകത്തുള്ള എല്ലാ വൈദികരോടും ചേർന്നുകൊണ്ട്, സ്വർഗത്തിലുള്ള വൈദികരോടും ചേർന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. നിങ്ങളെ ഞാൻ വിശുദ്ധീകരിക്കുന്നു, ശക്തീകരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും
പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. യേശുവിനെ പോലെയാകണം, എനിക്കേശുവിനെ പോലെയാകണം. നാടുനീളെ നന്മ ചെയ്തു പോയ നാഥനാ, യേശുവിനെ പോലെയാകണം, യേശുവിനെ പോലെയാകണം, എനിക്കേശുവിനെ പോലെയാകണം. നാടുനീളെ നന്മ ചെയ്തു പോയ നാഥനാ, യേശുവിനെ പോലെയാകണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് അടുത്ത 2 വെള്ളിയാഴ്ചകൾക്ക് വേണ്ടിയും കാത്തിരിക്കാം. 40 വെള്ളിയും ദുഃഖവെള്ളിയും നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ നാടിനെയും ലോകത്തെ മുഴുവൻ കർത്താവ് തന്റെ പങ്കപ്പാടിലൂടെ, തന്റെ കുരിശുമരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ വിശുദ്ധീകരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.